മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അവരുടെ ഘടകകക്ഷികളായ പ്രധാനപ്പെട്ട പാർട്ടികൾ TDP ആണെങ്കിലും JDU നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണെങ്കിലും അപ്പോൾ അതിനെപ്പറ്റി ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത BJP സമ്മതിക്കുന്നില്ല വളരെ ഹാർഡ് ലൈനായിട്ടുള്ള ബാർഗെയിനിങ്, അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല. പിന്നെ ഇന്ന് രാവിലെ വരുന്ന ഫ്ലാഷ് ന്യൂസാണ്, ഏകദേശം ഒരു ക്യാബിനറ്റ് റാങ്ക് മാത്രമേ ഈ പ്രധാനപ്പെട്ട 2 പാർട്ടികൾക്കും കൊടുക്കുകയുള്ളൂ. എനിക്ക് അറിയാവുന്ന രീതിയിലും ഞാൻ പലരോടും സംസാരിച്ച രീതിയിലും ഈ പ്രധാനപ്പെട്ട 2 പാർട്ടികളോടും BJP നേതാക്കളോട് സംസാരിച്ച രീതിയിൽ എനിക്ക് മനസ്സിലായത് ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. കാരണം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പത്രങ്ങളിലും നിങ്ങൾ കണ്ടു കാണും, വളരെ ഹാർഡ് ലൈനായിട്ടാണ് ഈ TDPയും JDUയും ബാർഗെയിൻ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണമുണ്ടായി. എന്നാൽ എന്തുകൊണ്ടാണ് അതിൻ്റെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകേണ്ട ആവശ്യമില്ല, 3ാമത്തെ ടൈം പ്രതിപക്ഷത്തിരിക്കുവാണ് നല്ലത് എന്ന രീതിയിൽ വലിയ അഭിപ്രായമുണ്ടായി. അതായത് പാൻ ഇന്ത്യ BJPയുടെ ലീഡേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഹാൻഡിലേഴ്സ് ആണെങ്കിലും വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞു. ഈ രീതിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളും ഈ പറയുന്ന കടുത്ത നിബന്ധനകളുമായിട്ട് BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രതികരണം വലിയ രീതിയിൽ ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് BJPയുടേതായിട്ടുള്ള ഒരു ലീക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരിക്കലും BJP സ്റ്റേറ്റ്മെൻ്റ് അല്ല, BJP പത്രങ്ങൾക്ക് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലീക്കായിട്ട് കൊടുത്ത് ചില ഹിന്ദി പത്രങ്ങൾക്കും ചില ഇംഗ്ലീഷ് പത്രങ്ങൾക്കും. അതായത് അവർ ഒരു ക്യാബിനറ്റ് ഒഴികെ ഈ പാർട്ടികൾക്ക് ഒരു ക്യാബിനറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഇത്രയും വലിയ പിന്തുണ കൊടുക്കുന്ന 16ഓളം MP-മാരുടെ പിന്തുണ കൊടുക്കുന്ന ചന്ദ്രബാബു നായിഡു ഒരു ക്യാബിനറ്റ് കൊണ്ട് അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുമോ? ഒറ്റ ചോദ്യമാണ്, തെറ്റായ സംഭവം. അതേപോലെ ജനതാദൾ യുണൈറ്റഡ് ഒരു സീറ്റ് ക്യാബിനറ്റ് ബെർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈ ഒരിക്കലുമില്ല. കാരണം ഈ മന്ത്രിസഭ 5 വർഷം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഘടകകക്ഷികളെ കൂടെ നിർത്തിയേ മതിയാവുകയുള്ളൂ. പിന്നെ ഈ പാർട്ടികൾക്ക്, ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഇന്ത്യയുടെ ക്രൂഷ്യലായിട്ടുള്ള ചില പോർട്ട്ഫോളിയോയിൽ താല്പര്യമില്ല. അതായത് ഇപ്പം ആഭ്യന്തരം എന്ന് പറയുന്ന അവരുടെ ഡിമാൻഡ് അമിത്ഷാ മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വേറെ അവർക്ക് BJPയിലെ നിതിൻ ഗഡ്കരിയെ വേറെ ആരെയും ആക്കുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല. അവർക്ക് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് എവിടെയും കൈകടത്താൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഗവർണർമാരെ കൊണ്ട് പല BJP സ്റ്റേറ്റുകളിൽ നടത്തുന്ന ഇൻ്റർവെൻഷൻ, കൈകടത്തൽ, അത് നടത്താൻ അവർ സമ്മതിക്കില്ല. ഇത് അവരുടെ അജണ്ട തന്നെയാണ്. ഇപ്പം കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഗവർണർമാരാണ് കയറി അവിടെ ഇൻ്റർവീൻ ചെയ്ത് അവിടെയുള്ള ഭരണ വിഭാഗത്തെ, അതായത് അവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നവരെ ഇൻ്റർവീൻ ചെയ്യുന്ന രീതിയിലുള്ള സംഭവം നടക്കാൻ ഇവർ സമ്മതിക്കില്ല. അതവരുടെ ഡിമാൻഡ് ഒന്ന് തന്നെയാണ്. കാരണം ഇതേപോലെയുള്ള ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാർ ഇവരൊക്കെ ഡൽഹി വന്ന് നേരത്തെ പ്രതിഷേധം നടത്തിയതാണ്. കാരണം ഗവർണർമാരെ കൊണ്ട് അൺനെസസറി ആയിട്ട് ഇൻ്റർവീൻ ചെയ്യിക്കുന്നു. അപ്പോൾ അതിനകത്ത് അവർ ഹോം മിനിസ്ട്രിക്കകത്ത് പ്രശ്നമുണ്ടാക്കും. കാരണം ഈ ഹോം മിനിസ്ട്രിയാണ് ഈ ഗവർണർമാരെ ഭരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ടുള്ള ഈ സംഭവം ഇനി ഉണ്ടാകാൻ വേണ്ടി അവർ സമ്മതിക്കത്തില്ല. അത് ഫിനാൻസ് മിനിസ്ട്രിയിലും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ തന്നെയും ഫിനാൻസ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റോ അങ്ങനെയുള്ള പോർട്ട്ഫോളിയോ അവർക്ക് താല്പര്യമുണ്ട്. അതവർ വാങ്ങുകയും ചെയ്യും. അത് വളരെ കൃത്യമാണ്. സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇവർക്ക് താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയോട് അനുകൂലിക്കുന്നവരാണ് ഈ പറയുന്ന 2 ഘടകകക്ഷികളും. കാരണം അത് വളരെ നല്ലതായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അവർക്ക് അവരുടേതായ പല റോഡുകളും എക്സ്പ്രസ് ഹൈവേകളും വേണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുക, അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അത് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇനി അതിൻ്റെ അകത്ത് ചില പോർട്ട്ഫോളിയോസ് ഉണ്ട്. അതായത് റെയിൽവേ ഏതായാലും BJPക്ക് മറ്റുള്ള ഘടകകക്ഷികൾ കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ തുറമുഖം, അതായത് പോർട്ട്, അത് വേറെ പോർട്ട്ഫോളിയോ ആണ്, ഷിപ്പിംഗ്. അതിനോട് പലർക്കും താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് TDPക്ക്. കാരണം അവരുടെ ആ പ്രദേശം മുഴുവനും ഈ സീസൈഡാണ്. അപ്പോൾ അതുമായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിനനുകൂലമായിട്ടും, അതേപോലെ തന്നെ അർബൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റിനോട് താല്പര്യം ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ ആന്ധ്ര എന്ന് പറയുന്നത് വികസിക്കാൻ വേണ്ടി പല അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെയും സെൻട്രൽ മിനിസ്ട്രിയുടെയും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതിന് കയറി ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നിതീഷ് കുമാറിൻ്റെ താല്പര്യം കൃഷിയോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ആ രീതിയിലായിരിക്കും. ഇപ്പം ഏതായാലും ഒരു ക്യാബിനറ്റ് ബർത്തിലൊന്നും ഈ സംഭവം തീരത്തൊന്നുമില്ല. ഇവർക്ക് മിനിമം 2-3 ക്യാബിനറ്റ് ബർത്തും പിന്നീട് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റും, അതായത് പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള ആഭ്യന്തരവും ഫിനാൻസും ഡിഫൻസും, അവിടെയൊക്കെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിട്ട് ഇവരുടെ പ്രതിനിധികൾ, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അവിടെ മന്ത്രിയാകും. ഇതാണ് ഞാൻ അറിയുവാൻ സാധിച്ചത്. നല്ല സ്ട്രിക്റ്റ്, വളരെ കാർക്കശ്യമായ രീതിയിൽ തന്നെയാണ് ഇവർ ബാർഗെയിൻ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ TDP അവർ കഴിഞ്ഞ അവരുടെ നിയമസഭ ലോക്സഭ ഇലക്ഷനിൽ അവിടെ വാഗ്ദാനം ചെയ്ത 4% മുസ്ലിം റിസർവേഷനാണ് ജോബിൽ. അത് ഉറപ്പായിട്ടും അവരത് ഫുൾഫിൽ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കരുതൽ. അതിനെ BJP എതിർക്കാനുള്ള വഴിയില്ല. അതായത് മോദി ഉൾപ്പെടെ മനസ്സിലാക്കുക, നരേന്ദ്രമോദി സർക്കാർ 3ാമത്തെ ടേമിൽ ഇവർ പലരോടും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് OBC റിസർവേഷൻ്റെ അകത്ത് മുസ്ലിം റിസർവേഷൻ്റെ അത് റിവ്യൂ ചെയ്യണം. കാരണം ആ കോട്ട റിവ്യൂ ചെയ്യണമെന്ന് ഇവരുടെ പല മന്ത്രിമാരും ഒക്കെ പല രീതിയിൽ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അത് നടക്കാനുള്ള സാഹചര്യമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് OBC റിസർവേഷൻ്റെ അകത്ത് മുസ്ലിം കോട്ടയെ തൊടാൻ പറ്റില്ല. അതേപോലെ തന്നെ ആന്ധ്രയിൽ അവർ 4% റിസർവേഷൻ മുസ്ലിംസിന് കൊണ്ടുവരുമ്പോൾ അതിനെ തൊടാൻ ഒരു കാരണവശാൽ ഇവർ സമ്മതിക്കില്ല. ഏതെങ്കിലും BJP സ്റ്റേറ്റുകളിൽ, അവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ മുസ്ലിം റിസർവേഷനെ തൊടാനും ഈ ഘടകകക്ഷികൾ സമ്മതിക്കുകയില്ല. ഞാൻ വളരെ അകത്തുനിന്ന് അറിഞ്ഞൊരു സംഭവം തന്നെയാണ്. അവർ തൊടാൻ അതിനെ സമ്മതിക്കത്തില്ല. അതേപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ബീഹാറിലെ ഇലക്ഷനിലോട്ട് പോവുകയാണ്. അവർക്കും മുസ്ലിം വോട്ടുകളുണ്ട്. അപ്പോൾ അത് ഈ BJPയുടെ കൂടെ പോയതിൻ്റെ പേരിലും നേരത്തെ നിതീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അദ്ദേഹത്തെ വിട്ടുമാറിപ്പോയ പല മുസ്ലിം വോട്ടുകളുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാസ്റ്റ് സെൻസസിൻ്റെ കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവിടെയും മുസ്ലിം റിസർവേഷൻ 4% നിതീഷ് കുമാർ കൊണ്ടുവരുവാനുള്ള സാഹചര്യമുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ 2024 ഇലക്ഷനിൽ പറഞ്ഞ പല കാര്യങ്ങളും, അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങളും ഈ 3ാമത്തെ മോദി മന്ത്രിസഭയിൽ നടക്കാൻ പോകുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഗ്യാരണ്ടി ആയിട്ട് പറയാം. പിന്നെ 1 നേഷൻ 1 എലക്ഷൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല 2024 3ാം മോദി മന്ത്രിസഭയിൽ. കാരണം അതിൽ 43 വോട്ടിൻ്റെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം വേണം. അത് ആ പാർട്ടിക്കില്ല. അതുമല്ല, ആ സംഭവം 5 വർഷത്തേക്ക് കോൾഡ് സ്റ്റോറേജ് വെക്കുകയാണ്. അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ്, അത് ഈ 5 വർഷത്തേക്ക് ഇനി നടക്കാനുള്ള സാഹചര്യമില്ല. ഇനി ഏറ്റവും ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്, നരേന്ദ്രമോദിക്കും ഈ പറയുന്ന കോയിലേഷൻ പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് അദ്ദേഹം ഇപ്പോൾ ഗുജറാത്ത് ഭരിച്ചു, അവിടെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന പോലും ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പം പിന്നെ അവിടെ BJP ഒറ്റയ്ക്ക്, നരേന്ദ്രമോദി ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ ആ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടത്. അതിനുശേഷം അദ്ദേഹം നേരത്തെ അവിടെ കേന്ദ്രത്തിലെ മന്ത്രിയൊന്നും ആയിരുന്നില്ല, പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അതായത് 2000 ആ സമയത്ത്. പിന്നീടാണ് ഗുജറാത്തിലോട്ട് പോകുന്നത്. അപ്പം ഈ കോയിലേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവരെ എല്ലാം ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇതുമായിട്ട് ഒരു കണക്ക് കൂട്ടലുകളെല്ലാം ഈ പഴയ പറയുന്ന സംഭവങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവരുമായിട്ട് യോജിച്ച് പോകുന്നൊരു ഫോർമുല,
അതുണ്ടാക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അല്ലെങ്കിൽ ഇത് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവരുമായിട്ട് യോജിച്ച് ഓരോ പോളിസിയും നടപ്പിലാക്കി മുന്നോട്ട് പോകണം. ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഇതാണ് ഹാർഡ് ബാർഗെയിൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അവിടെ നരേന്ദ്രമോദി സക്സസ് ആകുമോ ഫെയിലിയർ ആകുമോ എന്നുള്ളതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.